പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. അമേരിക്കൻ H-1B വിസകൾക്കുള്ള പ്രാരംഭ രജിസ്ട്രേഷൻ ഇന്ന് അവസാനിച്ചു. ആമസോൺ മുതൽ ടെസ്ല വരെയുള്ള മുൻനിര കമ്പനികൾ കുടിയേറ്റക്കാരെ നിയമിക്കാൻ താൽപര്യം കാണിക്കുന്നുണ്ട്. പ്രത്യേക മേഖലകളിൽ വിദഗ്ധരായ വിദേശ പൗരന്മാരെ നിയമിക്കാൻ US തൊഴിലുടമകൾ ഉപയോഗിക്കുന്നതാണ് H-1B വിസ. ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്കിടയിൽ ഇത് ജനപ്രിയമാണ്. US ഗവൺമെന്റ് ഡാറ്റ പ്രകാരം 2025 ആമസോണിനാണ് ഏറ്റവും കൂടുതൽ H-1B വിസ അംഗീകാരങ്ങൾ ലഭിച്ചത്. 9265 എണ്ണം. 6321 അംഗീകാരങ്ങളുമായി കോഗ്നിസന്റ് ടെക്നോളജിയാണ് തൊട്ടുപിന്നിൽ. 5364 എണ്ണവുമായി ഗൂഗിളും മൂന്നാമതെത്തി. മെറ്റയ്ക്ക് 4844, മൈക്രോസോഫ്റ്റിന് 4725, ആപ്പിളിന് 3873 അംഗീകാരങ്ങൾ ലഭിച്ചു. ഇന്ത്യ ആസ്ഥാനമായുള്ള കമ്പനികൾ 2024 8140 H-1B വിസ അംഗീകാരങ്ങളുമായി ഇൻഫോസിസ് മുന്നിലെത്തി. ടാറ്റ കൺസൾട്ടൻസി സർവീസസാണ് 5274 എണ്ണവുമായി തൊട്ടുപിന്നിൽ. HCL അമേരിക്ക, വിപ്രോ, ടെക് മഹീന്ദ്ര എന്നിവയും പട്ടികയിൽ ഇടം നേടി. 2024 H-1B വിസ ലഭിച്ച ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ US കുടിയേറ്റ വകുപ്പ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ 2023 എല്ലാ H-1B വിസകളിലും 78% ഇന്ത്യക്കാരായിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയിലെ ആഡംബര റിയൽ എസ്റ്റേറ്റ് വിപണി കുതിച്ചുയരുന്നു. വീടുകളുടെ വിൽപ്പനയ്ക്ക് പ്രവാസി നിക്ഷേപകരുടെ പങ്ക് നിർണായകമെന്നും റിപ്പോർട്ട്. ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾ, പ്രവാസി ഇന്ത്യൻ നിക്ഷേപകർ, പ്രീമിയം പ്രോപ്പർട്ടികളിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ആഭ്യന്തര വാങ്ങലുകാർ എന്നിവരിൽ നിന്നുള്ള ശക്തമായ ആവശ്യം കാരണം ഇന്ത്യയിലെ ആഡംബര റിയൽ എസ്റ്റേറ്റ് വിപണി അതിവേഗം വളർന്നു. തുടർച്ചയായ 3-ാം വർഷവും വൻ വിൽപ്പന രേഖപ്പെടുത്താൻ തയ്യാറെടുക്കുന്നതായി അന്താരാഷ്ട്ര റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ GRI ക്ലബിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. രാജ്യത്തെ മുൻനിര 7 നഗരങ്ങളിലെ മൊത്തം റെസിഡൻഷ്യൽ വിൽപ്പന 2024 5.1 ട്രില്യൺ രൂപ കവിയുമെന്നും 3 ലക്ഷത്തിലധികം യൂണിറ്റുകൾ വിൽക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. രാജ്യത്തെ വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടി വിപണിയിൽ ആഡംബര റിയൽ എസ്റ്റേറ്റ് വിഭാഗത്തിന്റെ വർദ്ധിച്ചുവരുന്ന ആധിപത്യത്തെയാണ് ഈ കുതിച്ചുചാട്ടം എടുത്തുകാണിക്കുന്നത്. മുംബൈ, ഗുഡ്ഗാവ്, ബാംഗ്ലൂർ തുടങ്ങിയ നഗരങ്ങളിൽ അൾട്രാ ആഡംബര വസതികൾക്ക് ഉയർന്ന ഡിമാൻഡുണ്ട്. പ്രവാസികൾ ഇതിനെ ദീർഘകാല സമ്പത്ത് സംരക്ഷണ തന്ത്രമായിട്ടാണ് കാണുന്നത്. വിദേശത്തുള്ള ആഡംബര സ്വത്തുക്കളിൽ, പ്രത്യേകിച്ച് ദുബായ്, UK പോലുള്ള വിപണികളിൽ ഇന്ത്യൻ നിക്ഷേപകർ ശക്തമായ താൽപര്യം കാണിക്കുന്നു. ഇന്ത്യയിലെ ആഡംബര ഭവന വിപണിയിലെ തുടർച്ചയായ മുന്നേറ്റം നിക്ഷേപ തന്ത്രങ്ങളിലെ മാറ്റത്തെ സൂചിപ്പിക്കുന്നു. ഉയർന്ന മൂല്യമുള്ള പ്രോപ്പർട്ടി ഇടപാടുകൾ കൂടുതൽ ജനപ്രിയമായിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഡ്രൈവിംഗ് ലൈസൻസ് നിയമം പരിഷ്കരിച്ച കുവൈത്ത്. പ്രവാസികളുടെ ലൈസൻസിന്റെ കാലാവധി 5 വർഷമാക്കി. പുതിയ പരിഷ്കാരമനുസരിച്ച് പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി ഇനി മുതൽ 5 വർഷത്തേക്ക് മാത്രമായിരിക്കും. കുവൈത്ത് പൗരന്മാരുടെയും മറ്റ് GCC രാജ്യക്കാരുടെയും ലൈസൻസ് കാലാവധി 15 വർഷമായിരിക്കും. 7 യാത്രക്കാരെ വരെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് സ്വകാര്യ ലൈസൻസുകൾ ബാധകമാണ്. ഇതിൽ 2 ടണ്ണിൽ താഴെ കപ്പാസിറ്റിയുള്ള ചെറിയ ട്രാൻസ്പോർട്ട് വാഹനങ്ങളും ടാക്സികളും ഉൾപ്പെടുന്നു. പൊതുഗതാഗത വാഹനങ്ങൾ, 8 ടണ്ണിൽ കൂടുതലുള്ള ട്രക്കുകൾ തുടങ്ങി ഹെവി ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് കാറ്റഗറി A ലൈസൻസാണ് ഇനി മുതൽ നൽകുക. 7 മുതൽ 25 വരെ യാത്രക്കാരുള്ള വാഹനങ്ങൾക്കും 2 മുതൽ 8 ടൺ വരെ ലോഡ് കപ്പാസിറ്റിയുള്ള വാഹനങ്ങളും കാറ്റഗറി Bയിൽ വരും. കാറ്റഗറി B ലൈസൻസ് കൈവശമുള്ള ഡ്രൈവർമാർക്ക് കാറ്റഗറി Aയിൽപ്പെട്ട വാഹനങ്ങൾ ഓടിക്കാൻ കഴിയില്ല. അപേക്ഷാ നടപടിക്രമങ്ങളിലും ഫീസിലും മാറ്റമില്ല. നേരത്തെ നൽകിയ ലൈസൻസുകൾ അവയുടെ കാലാവധി അവസാനിക്കുന്നതുവരെ ഉപയോഗിക്കാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സൗദിയിൽ മൂല്യവർദ്ധിത നികുതി വിവരങ്ങൾ ഓൺലൈനായി അറിയിക്കുന്ന ഇൻവോയ്സിംഗ് സംവിധാനത്തിന്റെ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചു. വാർഷിക വിറ്റുവരവ് 10 ലക്ഷം റിയാലിൽ കൂടുതലുള്ള സ്ഥാപനങ്ങൾ ഇൻവോയ്സിംഗുമായി കണക്കുകൾ ബന്ധിപ്പിക്കണം. വിറ്റുവരവ് കണക്കുകളും മൂല്യവർദ്ധിത നികുതി വിവരങ്ങളും സൗദി സക്കാത്ത്, ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയെ തത്സമയം ഓൺലൈനായി അറിയിക്കണം. ഇതിനുള്ള ഇൻവോയ്സിംഗ് സംവിധാനത്തിന്റെ 22-ാം ഘട്ടം ഈ വർഷം ഒക്ടോബർ 1 മുതൽ ആരംഭിക്കും. ഡിസംബർ 31-നുള്ളിൽ സ്ഥാപനങ്ങളുടെ ഇലക്ട്രോണിക് ഇൻവോയ്സിംഗ് സംവിധാനങ്ങൾ അതോറിറ്റിയുമായി ബന്ധിപ്പിക്കണം. 2022, 23, 24 വർഷങ്ങളിൽ വാർഷിക വിറ്റുവരവ് 10 റിയാലിൽ കൂടുതലുള്ള സ്ഥാപനങ്ങൾക്കാണ് ഇത് ബാധകമാവുക. നികുതിയടവ് സമ്പ്രദായം പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്ന പദ്ധതി 2021 ഡിസംബർ 4 മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ഘട്ടങ്ങളായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നികുതിദായകർ അവരുടെ ഇലക്ട്രോണിക് ഇൻവോയ്സിംഗ് സംവിധാനങ്ങൾ ഇൻവോയ്സിംഗുമായി ബന്ധിപ്പിക്കുന്നതിനും ഇലക്ട്രോണിക് നോട്ടീസുകൾ അയക്കുന്നതിനും അവരുടെ ഡാറ്റ അതോറിറ്റിയുമായി വിവരങ്ങൾ പങ്കിടുന്നതിനും തയ്യാറാകണമെന്ന് ടാക്സ് അതോറിറ്റി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സ്പോർട്സ് ഇൻവെസ്റ്റ്മെന്റ് ഫോറം ഏപ്രിൽ 7-ന് റിയാദിൽ ആരംഭിക്കും. കായിക മേഖലയുടെ സാധ്യതകളെ വ്യാവസായികമായി പ്രയോജനപ്പെടുത്താനാണ് നീക്കം.
കായിക നിക്ഷേപ മന്ത്രാലയങ്ങളുടെ കീഴിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫോറം രൂപവൽക്കരിക്കുന്നതിനുള്ള ആദ്യ ചുവടുവെപ്പാണിത്. 3 ദിവസമാണ് പരിപാടി. പ്രാദേശിക അന്തർദേശീയ തലങ്ങളിൽ കായിക സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. കായിക മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളും അവസരങ്ങളും ഫോറത്തിൽ ചർച്ച ചെയ്യും. കായിക രംഗത്തെ അന്തർദേശീയ നേതാക്കൾ, നിക്ഷേപകർ, സർക്കാർ ഉദ്യോഗസ്ഥർ, ക്ലബ് പ്രസിഡന്റുമാർ, അന്താരാഷ്ട്ര വിദഗ്ധർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. നിക്ഷേപകർ, ബിസിനസ് മേധാവികൾ, കായിക മേഖലയിൽ തീരുമാനമെടുക്കുന്നവർ എന്നിവർക്ക് അവസരമുണ്ടാവും. സ്പെഷ്യലൈസ്ഡ് ഡയലോഗ് സെഷനുകൾ, വർക്ക്ഷോപ്പുകൾ, അനുബന്ധ പ്രദർശനം, ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഹാൾ എന്നിവയിലൂടെ സ്പോർട്സ് മേഖലയിലെ നിക്ഷേപങ്ങളുടെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന അടിസ്ഥാന വിഷയങ്ങൾ അവതരിപ്പിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിലെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ശമ്പളം വേഗത്തിൽ നൽകണമെന്ന നിർദ്ദേശം. റംസാൻ പ്രമാണിച്ചാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഈ മാസത്തെ വേതനം ഈ ആഴ്ച തന്നെ നൽകണമെന്നാണ് തൊഴിൽ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. മാർച്ച് മാസത്തെ ശമ്പളം നൽകി തുടങ്ങിയ കമ്പനികളുമുണ്ട്. മറ്റ് കമ്പനികൾ കൂടി ഉടൻ ശമ്പളം നൽകി തുടങ്ങിയാൽ പ്രവാസികൾക്കും സ്വദേശികൾക്കും വലിയ ഉപകാരപ്രദമാവും. രാജ്യത്ത് റംസാൻ വിപണി സജീവമായി കൊണ്ടിരിക്കുകയാണ്. ശമ്പളം ലഭിച്ചാൽ വിപണി കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. അതേസമയം വ്യാപാരികൾ വ്യക്തമായ വില വിവര പട്ടിക പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശം നൽകി. നിയമലംഘനങ്ങൾക്ക് കർശനമായ പിഴകൾ ഏർപ്പെടുത്തുമെന്നും ഒമാൻ അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.